മരിച്ച ആളുടെ ജീവിതമാർഗം ഇതാണ്. ഇതാ ഈ മെഷീനൊക്കെയാണ് മരിച്ച ആളുടെ ജീവിതമാർഗം. ഈ കാട് വെട്ടുന്ന മെഷീനും കൊണ്ടാണ് കാട് വെട്ടാൻ പോയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാടുകളിൽ തന്നെ പണിയെടുക്കുമായിരുന്നു. കാട് വെട്ടി, അതായത് തോട്ടത്തിന്റെ ഉള്ളിലുള്ള കാട് വെട്ടിയിട്ട് അങ്ങനെ കാട് വെട്ടി കൊടുത്തിട്ട് മണിക്കൂർ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഇതുവരെ ഒരു തീരുമാനം വന്നില്ല. ഇന്നലെ നിങ്ങൾ ഉറപ്പൊക്കെ നൽകിയെങ്കിൽ പോലും ആനയെ പിടികൂടാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ആന കുഞ്ഞാല് ഉണ്ടല്ലോ, അവരാരെയും പിടിക്കാൻ വന്നതാണോ അത് എന്തിനു വന്നാന്ന് ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. നാട്ടുകാരെ കൗളിപ്പിക്കാനാണെന്നുള്ളതാണ് ഇപ്പൊ സംശയം. ഇവര് ഇന്നലെ കുങ്കിയാന വന്നെന്ന് പറയും. കുങ്കിയാനെ കയറ്റി ഇവർക്ക് ആനേനെ പിടിക്കാൻ പാടില്ലേ? ഇവർക്ക് നിരപ്പോഴെടുത്ത് തന്നാൽ ഒരു സർക്കാരിനോട് കുന്ന് അടിച്ചു നിർത്താൻ പറ, നിരപ്പ് കിട്ടിട്ട് എന്നിട്ട് മതി. മൈക്കോടി വെച്ച് പിടിക്കിട്ട് അല്ലെങ്കിൽ ആനേനെ വെടിവെച്ച് കൊല്ലട്ടെ. ഒരാൾ ചത്തു കഴിഞ്ഞാൽ ഇവരൊന്നും മിണ്ടുന്നില്ല. ഒരു ഓന്തിനെ കൊന്നു കഴിഞ്ഞാൽ ഇവർ പുറച്ചേര് എന്ത് പിടിച്ചോണ്ട് പോകൂലേ? പിന്നെ എന്തിനാ ഇവര് നിൽക്കുന്നത്? എന്തിനാ? ഇന്നലെ രാത്രിയും ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ തന്നെയായിരുന്നല്ലേ? രാത്രി ഒരു 4 വണ്ടി വരെ ഉണ്ടായിരുന്നു ഇവിടെ. പോലീസ് ഫോറസ്റ്റുകാർക്ക് എസ്കോർട്ടായിട്ടാണ് പോലീസുകാർ വരുന്നത്. ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഈ ഇതിലാ പോകുന്നതാണ്. അവർക്കൊന്ന് കയറി പോന്ന് നോക്കുക എന്താ സംഭവിച്ചെന്ന് നോക്കാനുള്ള ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർ. നമ്മുടെ എല്ലാം വേർപ്പ് പൈസ കൊണ്ടാണ് ഇനി ഉണ്ടാക്കുന്ന വേർപ്പ് പൈസയുടെ ഒരു അംശം കൊണ്ടാണ് ഇവരും ജീവിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇല്ല. പിന്നെ എന്താ വേണ്ടേ? ഉദ്യോഗസ്ഥന്മാർ മാത്രം ജീവിച്ചാൽ മതിയോ? പിന്നെ നേതാക്കന്മാരൊന്നും ചിന്തിക്കേണ്ട. വോട്ട് ഇലക്ഷൻ വരുമ്പം വോട്ട് പിടിക്കാൻ നടന്നാൽ പോരാ, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചല്ല ബാധ്യത. മന്ത്രിമാരാണെങ്കിൽ ഒരെണ്ണം ചെല്ല. വനംവകുപ്പ് എന്താ പറഞ്ഞേക്കണത്? ഫോറസ്റ്റുകാരെന്താ പറഞ്ഞേക്കണത്? ഫോറസ്റ്റ് പറഞ്ഞ വാഴയും കപ്പയും ചേനയും ചെമ്പും നട്ട ആന ഇറങ്ങുന്നതെന്ന് പറഞ്ഞാലോ? കൃഷിക്കാരന് ജീവിക്കണ്ടേ? കൃഷി ചെയ്യുന്നോണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. കൃഷി ചെയ്യുന്നോണ്ടാ വരുന്നതെന്നാ പറയുന്നത്. കൃഷി ചെയ്യേണ്ട ജനങ്ങൾ ഇവർക്ക് 10 ആളെ കൂട്ടി ഫോറസ്റ്റ് പടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 100 ആളുടെ കണക്കെടുക്കുന്നുണ്ട്. 100 ആളുടെ കണക്കെടുത്തിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് വേഗൂര് തെറ്റോട് തേക്കിന് വളയിട്ടെന്നും പറഞ്ഞിട്ട് വയനാട്ടിലുള്ള കാൽച്ചാക്ക് മുഴുക്ക ഈ ഫോറസ്റ്റുകാർ ചോദിച്ചുകൊണ്ട് കിടന്നല്ലോ. ഇമാര് കണക്ക് കൊടുത്തല്ലോ. ഫോറസ്റ്റുകാരൊക്കെ എനിക്ക് ഉണ്ടാക്കണ പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന സ്വഭാവമാണ് ഫോറസ്റ്റുകാർ ചെയ്യുന്നത്. അതിന് കൂട്ടിയിരിക്കുന്ന കുറച്ച് MLA-മാരും MP-മാരും ഒക്കെയുണ്ട്. മന്ത്രിമാരടക്കമുണ്ട്. അത് അജീഷിന്റെ നാട്ടുകാരനാണോ അതോ ബന്ധുവാണോ? എങ്ങനെയാണ്? എന്റെ മോനാണ് മരിച്ചു കിടക്കുന്നത്. എന്റെ മോനാണ് മരിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഇന്നലെ ചർച്ചകൾ നടന്നിട്ട് പോലും ഒരു തീരുമാനം വരാതെ ആനയെ പിടികൂടാൻ പോലും കഴിയാതിരിക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വനം വകുപ്പ് മന്ത്രി ഒന്ന് പറയണം. ഒന്നിലെ ആനേനെ ബസ്സിൽ വെടിവെക്കാൻ തന്നെയാ പറയേണ്ടത്. ഇതിനെ പിടിച്ചോണ്ട് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരിവിടുന്ന് പിടിച്ച് ആനേനെ ഇവിടുന്ന് പിടിക്കും ബേഗൂർ കൊണ്ടുവിടും. അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ കൊല്ലും. അവിടുന്ന് പിടിച്ചിട്ട് ഇപ്പറേ കൊണ്ടുവിടും, അവിടെ കൊല്ലും. ഇതല്ലേ അവസ്ഥ. എന്നാ പിന്നെ അതാ നിർത്തി അതിനെ തട്ടിക്കളഞ്ഞാൽ പോരെ. കുന്നിലുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. കുന്നിൽ ആനയുണ്ട്. ഇന്നലെ വെള്ളം കുടിച്ചിട്ട് ആന അതുപോലെ ഇങ്ങോട്ട് കയറി വരുമോ ഇതെന്ന് പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു. അത് ഫോറസ്റ്റുകാർ പുറകെ പോയി വെള്ളം കുടിച്ചിട്ട് ആന കയറി പോന്നു, അവരും കയറി പോന്നു. പണി കയറുന്നില്ലേ? മൈക്കോടി വെക്കണമെങ്കിൽ നിരപ്പുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. അതിനും വനംവകുപ്പ് പറഞ്ഞ് അടിച്ച് നിരത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർക്ക്. ഈ മന്ത്രി ഇവിടെ വന്നിട്ടും ഇല്ല നിങ്ങൾ ഇന്നലെ പറയുന്നു അല്ലേ? എന്നാ പിന്നെ നമ്മുടെ MLA വന്നിട്ടില്ലല്ലോ, മാനന്തവാടി MLA വന്നിട്ടില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ വരാനുള്ള ബാധ്യതയുണ്ടല്ലോ. ഇല്ലേ? നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള ഭയമായിരിക്കും വരാനുള്ള പേടി അല്ലേ? അല്ല, വോട്ട് മേടിക്കാൻ നേരത്തെ ഭയമില്ലല്ലോ. എന്താ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ നേരത്തെ ഇവർക്ക് ഭയമില്ല. അല്ലാതെ വരുമ്പോഴല്ലേ ഭയം വരുന്നുള്ളൂ. ഏതായാലും നമ്മുടെ MLA സാറിന് ഒന്ന് വന്നു പോകാൻ പാടില്ലേ? അച്ഛനെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പള്ളിയിൽ പോയതായിരുന്നു. പള്ളി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഫോറസ്റ്റ് ജീപ്പിലാണ് ഇവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അന്നേരം ഒരു ചെക്കൻ പറഞ്ഞു ഇങ്ങനെ അജീനെ ആനെ തട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം 3 വണ്ടിക്ക് കൈ കാണിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഒരു വണ്ടി പോയി. അവിടെ ചെന്ന് വരുമ്പോൾ കയറിയില്ല കാണിക്കാൻ. അവിടെ നിന്ന് ഒച്ചപ്പാട് അവരുമായിട്ടുണ്ടായി. കയറി എന്നെ കൊച്ചിൽ കണ്ടു. അങ്ങനെ പോകുന്ന ആള്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത് അച്ഛനോ അതോ? ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസം. ഞാൻ പള്ളിയിൽ പോയി. അപ്പം രാവിലെ ആ സമയമായപ്പോഴത്തേക്കും 2 പുല്ലുങ്ങളുടെ കന്നാലിക്ക് വെട്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ്. ഇതിപോലെ കഷ്ടപ്പെട്ട ഞങ്ങൾ ജീവിക്കുന്നത്.
ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കാടൊക്കെ വെട്ടിയാണ്. ഈ കാട് വെട്ടിയുള്ള ജീവിതം കൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. തള്ളയാണ് തളർന്ന് കിടക്കുന്നത്, ഒരു ദിവസം തളർന്ന് കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളു. എന്താ ചെയ്യുക? പിന്നെ ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഇത് നിങ്ങളിങ്ങനെ ചാനലിൽ പിടിക്കും, പിന്നെ ഒരു അനുഭവം ഉണ്ടാവില്ല ഇവിടെ. ഇവരിൽ നിന്ന് ഒരു അനുഭവം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നലെ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ വാഗ്ദാനമൊക്കെ ഉണ്ട്, എഴുതി ഒപ്പിക്കിട്ട് മേടിച്ചെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ എത്രത്തോളം പ്രാബല്യത്തിലാവും നമുക്ക് പറയാൻ കഴിയില്ല. അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. കുടുംബത്തിന് ഒരുപാട് പ്രാരാബ്ദമൊക്കെ ഉണ്ടല്ലേ. 8-9 ലക്ഷം രൂപ ഇപ്പൊ തന്നെ കടമുണ്ട്. ആ രോഗം എന്നൊക്കെ പടായിട്ട് ആ കുടുങ്ങി നിൽക്കുന്നതാണ്. എന്താ ചെയ്യുന്ന അറിയില്ല. ഇവിടുത്തെ ജീവിതം അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. ഒരു കൃഷി വെച്ചാൽ കുറച്ചാൾ കഴിഞ്ഞ് ആന എടുത്തോണ്ട് പോകും. അല്ലെ ആന, മാന്, പന്നി, കുരങ്ങില്ല. തെങ്ങ കിടക്കുന്ന കരിക്ക് പോലും കിട്ടുന്നില്ല കുരങ്ങ്. അതിനിപ്പോ നമുക്ക് അവിടെ പന്തലിടാൻ പറ്റുക, ബലിയിടാൻ പറ്റൂലല്ലോ. മാന്, കുരങ്ങ്, പന്നി, അതുകൊണ്ട് ഒരു സാധനം കപ്പ, വാഴ, ചേന, ചേമ്പ് എന്നിട്ട് ഒരു സാധനം നട്ട് തിന്നാൻ പറ്റില്ല ഇവിടെ കഴിയുന്നു. ഇത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു സാധനം. പിന്നെ വേണം കർണാടകയിൽ നിന്ന് വരുന്ന കപ്പ മേടിച്ചാൽ തിന്നാം. ഇതെല്ലാം നമ്മുടെ നല്ല അവസ്ഥ. ഒരു പന്നീനെ വെടി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പിടിക്കും. എന്നാൽ അവരുടെ മൃഗത്തിന് അവർ വേലി കെട്ടിയിട്ട് അകത്തിട്ട് വളകട്ടെ. കടുവേനെയൊക്കെ മാനും മയിലിനെയും കാട്ടുപോത്തിലിട്ടിട്ട് ഒരു അതിൽ കമ്പ്യൂട്ടർ ബെൻസിങ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിർത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടെ. വയനാട്ടിലെ മരം മുഴുക്ക മുറിച്ചിട്ട് ലൂക്കാലിയും തേക്കും വെച്ചു. ആനയ്ക്ക് ഒരു സാധനം തിന്നാനില്ല എന്നുള്ള ദുഃഖ സത്യം ഒടിച്ചു തിന്നാൻ. ജനങ്ങൾ പണിയെടുത്താലോ ആ ജനങ്ങളെയും തീറ്റൂല. അതേപ്പുറം പിന്നെ എന്താ വേണ്ടേ? അച്ഛന് വന്ന നഷ്ടം വന്നു. ഇനിയും ആളുകൾ ഇനി ആർക്കെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? ഇനി അടുത്ത ജീവിതം പോവാതിരിക്കുക, അതാണ് വേണ്ടത്. അത് കണ്ടുപഠിക്കാനുള്ള സംവിധാനം അത് ആര് വേണം? ഉദ്യോഗസ്ഥന്മാർ മാത്രം പോരാ, നേതാക്കന്മാര്. ഈ വനം വകുപ്പ് മന്ത്രി അടക്കം ചെയ്യേണ്ട കാര്യം അത്. വനം വകുപ്പ് മന്ത്രിയുടെ വായിൽ പഴം തള്ളി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ജിയെ കിട്ടും, പെൻഷൻ കിട്ടും, ശമ്പളം കിട്ടും. കൃഷിക്കാരൻ എന്താ കിട്ടുക? കൃഷിക്കാരൻ എന്ത് കിട്ടും? എനിക്ക് വയസ്സ് 77 ആയിട്ടുണ്ട്. എത്രത്തോളം പണിയെടുത്ത് എനിക്ക് ഈ മരുന്ന് കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ജീവിക്കുന്നത് എങ്ങനെയാന്ന് ആരും അറിയുന്നില്ല. കുടുംബത്തിന് തുണ പോവുകയും ചെയ്തു. കുടുംബം നോക്കുന്നു, കൊച്ചു പോയി. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ സാധനങ്ങൾ ഇരിക്കണത് നിങ്ങൾ കേട്ടോ. ഈ പണികൾ ജീവിക്കുന്ന 4 പഠിക്കുന്ന ഒരു ആൺകൊച്ചുണ്ട്, 8 പഠിക്കുന്ന പെങ്കൊച്ചുണ്ട്. ഇങ്ങനെയുള്ള ജീവിതം എങ്ങനെയാണുള്ളത്? അതിന്റെ അവസ്ഥയ്ക്ക് എന്താവും? എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്. പക്ഷേ ഈ ഒരു ജീവൻ ഈ അച്ഛന്റെ പൊലിഞ്ഞു. പക്ഷേ ഇതൊരു തുടർച്ചയായി ആവാതെ വയനാട്ടിലെ ഈ വന്യജീവികളുടെ ആക്രമണം മൂലം